നമുക്ക് ബാലിന്റെ ഗോമതിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രീദേവി മിത്രയോടും മീനാക്ഷിയോടും സംസാരിച്ചുകൊണ്ട് നിൽക്കണ സമയത്താണ് ഗോമതിയുടെ വരവ്. ഗോമതി രൂക്ഷമായിട്ട് ശ്രീദേവിയെ നോക്കി. ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ശ്രീദേവി പെട്ടെന്ന് അമ്മയെന്നെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറി വരാൻ തുടങ്ങുവാണ്. ആ സമയത്ത് ഗോമതി അവളെ നോക്കി. എന്താ നീ എന്താ എന്നെ വിളിച്ചേ? അമ്മേന്നോ? മിണ്ടി പോയേക്കരുത്. നിനക്കിവിടെ അമ്മയില്ല, ആരുമില്ല. നീ എന്തിനാടി രാവിലെ ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിയത്? അത് കേട്ട് കഴിഞ്ഞപ്പോ മീനാക്ഷിയും ഇത്രയൊക്കെ അമ്പരപ്പോട് കൂടി ഗോമതിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അമ്മേ, ശ്രീദേവി ചേച്ചി നമ്മളെ കാണാൻ വേണ്ടി വന്ന. ദേവി ചേച്ചിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന്. എന്ത് പറയാനായിട്ട്? ഇവളൊന്നും പറയണ്ട അമ്മ, ഞാൻ അങ്ങോട്ടൊന്ന് കേറിക്കോട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ട് പോയിക്കോളാം, ഒന്ന് കേൾക്കമ്മേന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി അകത്തേക്ക് കയറുവാണ്. അപ്പോഴേക്കും ആനന്ദും ബാലനും ആരനും എല്ലാം കൂടെ എഴുന്നേറ്റ് വന്നു. നേരം വെളുത്ത് എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് ഈ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേൾക്കണത്. അങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ആനന്ദ് ദേഷ്യത്തോടു കൂടി ശ്രീദേവിയെ നോക്കുകയാണ്. ഇവള് രാവിലെ എഴുന്നള്ളിയെന്നുള്ള രീതിക്കില്. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, അമ്മേ, എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം. ബാലച്ച, എനിക്ക് കേൾക്കാനുള്ളത് ഒന്ന് കേൾക്കണം പ്ലീസ് എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, വേണ്ട, നിന്റെ ഇവിടെ നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആർക്കും കേൾക്കണ്ട. മര്യാദയ്ക്ക് പോകാൻ നോക്ക്. രാവിലെ വീട്ടിൽ ഒന്ന് പ്രശ്നം ഉണ്ടാക്കല്. ഗോമതിയോട് നിനക്ക് എന്ത് പറയാനെടി ഇനിയുള്ളത്? ഇനി അടുത്ത കള്ളക്കഥയായിട്ട് നീ വന്നിരിക്കുമായിരിക്കുമല്ലേ? ഓ, നിന്റെ കോടീശ്വരനായ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞു വിട്ടിരിക്കുന്നതായിരിക്കും. ഉദയഭാനു സാറ് അല്ലേടിന്ന് ചോദിച്ചു. അമ്മേ, അവരറിഞ്ഞിട്ട് പോലുമില്ല ഞാൻ ഇവിടേക്ക് വന്നത്. അവരറിയാതെ ഞാൻ ഇവിടേക്ക് വന്നേ. എടി, ഇത് പുതിയ കള്ളത്തരമാന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. നീ കൂടുതൽ ഇവിടെ കിടന്ന് കളിക്കാതെ പോകാൻ നോക്ക്. അപ്പോഴേക്കും ശ്രീദേവി ബാലന്റെ മുന്നിലേക്ക് എന്നിട്ട് പറഞ്ഞു, ബാലച്ച പ്ലീസ്, എനിക്ക് പറയാനുള്ളത് ഒന്ന് കേൾക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. മീനാക്ഷി പറഞ്ഞു, അച്ഛാ, ദേവി ചേച്ചിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ ദേവി ചേച്ചി പറയട്ടെ, അതിനുശേഷം ഒരു തീരുമാനം എടുക്കാം. പക്ഷേ ഗോമതി സമ്മതിച്ചില്ല. ഇവളിനിയിപ്പോ ഇവിടെ ഒന്നും പറയണ്ട. ആനന്ദ് പറഞ്ഞു, ഇവള് പറഞ്ഞൊക്കെ മതി. ഇവളുടെ കള്ളത്തരങ്ങളൊക്കെ നമ്മൾ പിടികൂടിയതല്ലേ. ഇവളുടെ അച്ഛനും അമ്മയും എല്ലാരും ചേർന്നിട്ടാണ് എന്റെ ജീവിതവും ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയും സമാധാനവും എല്ലാം കളഞ്ഞ്. എന്നിട്ട് വീണ്ടും ഇവള് വന്നിരിക്കുന്നു. ഇവൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ നേരെ ചൊവ്വ ആഹാരം കഴിക്കാൻ പോലും അതിന് പോലും വകയില്ല. അതെങ്ങനെയാ? തന്ത കണ്ടെടുത്തൊക്കെ തെണ്ടി അല്ലെങ്കിൽ മോഷ്ടിച്ചും കൊണ്ടുവരണമല്ലോ. ഇനിയിപ്പം കുഴപ്പമില്ല, മകളും കൂടെ കൂട്ടിന് ചെന്നിട്ടുണ്ടല്ലോ. എല്ലാവർക്കും ഒരുമിച്ച് മോഷണത്തിന് ഇറങ്ങാം. ആനന്ദേട്ടാ പ്ലീസ്, ആനന്ദേട്ടാ ഇങ്ങനൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണോടി? പിന്നെ ഞാൻ എങ്ങനെ പറയണ്ടേ? നിന്റെ അച്ഛൻ ചെയ്ത പണി തന്നെ ഞാൻ പറഞ്ഞത്. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. പണ്ട് തന്നെ നിന്നെ ഇറക്കി വിടേണ്ടതായിരുന്നു. ആദ്യം ആ കാര്യങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഇറക്കി വിടാത്ത എന്റെ മനസാക്ഷി. പക്ഷേ എങ്കില് അതിനുശേഷം നീയും നിന്റെ വീട്ടുകാരും കൂടെ ചേർന്ന് എന്തൊക്കെ തോന്നിയാസങ്ങൾ അടി കാണിച്ചു കൂട്ടി വെച്ചേ. എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു കരുതിയോ? അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, ആനന്ദ വേണ്ട, ഇനിയൊന്നും പറയണ്ടെന്ന് പറഞ്ഞു. ദേവി, നീ പോകാൻ നോക്ക്, ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഞാൻ പറയാനുള്ളത്. പക്ഷെ അത് കേൾക്കാൻ അവിടെ ആരും കൂട്ടാക്കില്ല. ഒടുവില് ഗോമതി ശ്രീദേവിയുടെ കയ്യിലേക്ക് പിടിച്ചു. ഇങ്ങോട്ടേക്ക് വാടി, അവള് രാവിലെ തന്നെ വന്നിരിക്കുന്നു പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോയി. പുറത്തിറക്കി വിട്ട് കതവ് വലിച്ചടയ്ക്കുവാണ്. അപ്പോഴേക്കും മിത്ര പറഞ്ഞു, അപ്പച്ചി അത് വേണമായിരുന്നോ? ദേവി ചേച്ചിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട, അവള് പുതിയ നാടകമായിട്ട് വന്നിരിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതെങ്ങനെയാ? അവൾ ഓരോന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബസ്താക്കി വെച്ചിരിക്കുവല്ലേ. അവൾ ഇനിയും പുതിയ കള്ളത്തരമായിരിക്കും ഇറക്കാനായിട്ട് പോകുന്നേ. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷയില് ഉദയഭാനും ശ്രീകലയും കൂടെ വന്നിറങ്ങുവാണ്. അവര് നോക്കിക്കഴിഞ്ഞപ്പോ കഥകയിലേക്ക് മുഖം അമർത്തി വിങ്ങി വിങ്ങി കരയുന്ന ശ്രീദേവിയെ കണ്ടത്. ശ്രീദേവിയെ പുറത്താക്കി എന്നുള്ള കാര്യം മനസ്സിലായി. ശ്രീകല പാഞ്ഞങ്ങോട് വന്നു. ശ്രീദേവിയുടെ തോളത്തങ്ങോട്ട് പിടിച്ച് കുളിക്കിട്ട് ചോദിച്ചു, എന്താ മോളെ, നീ എന്ത് കാണാൻ എങ്ങോട്ടേക്ക് വന്നേ? നിന്നെ ഞങ്ങൾ എവിടേക്ക് അന്വേഷിച്ചെന്നറിയോ? അവസാനം ഞങ്ങൾക്ക് തോന്നി ഇവിടേക്കാ വന്നായിരിക്കുമെന്ന്. അതുകൊണ്ടാ ഇവിടേക്ക് വന്നേ. എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നേ? എടി, നിനക്ക് വിലയില്ലാത്തടത്തേക്ക് നിന്നോട് വരില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളല്ലേ, പിന്നെ എന്ത് കാണാനാ നീ വന്നത്? അപ്പോഴേക്കും ദേവി പറഞ്ഞു, അമ്മേ ഞാന് എടി, അവര് വീണ്ടും നിന്നെ അടിച്ച് പുറത്താക്കിയില്ലേ. എടി നാണമില്ലാത്തവളെ, ഒരുമ്പോട്ടവളെ, എത്ര കിട്ടിയാലും നീ പഠിക്കില്ലല്ലേ. എന്റെ മോളെ ഇവിടുന്ന് ഇറക്കി വിട്ട് ഇവിടുന്ന് ഒരു കാലത്തും ഗുണം പഠിക്കില്ല. മുടിഞ്ഞു പോകത്തുള്ളൂ, നശിച്ചു പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാഗി നേർച്ച നേരുവാണ്. ശ്രീകല സിറ്റൗട്ട് നിന്നിട്ട് അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ശ്രീകല വേണ്ട, നിങ്ങളും മിണ്ടാതിരിക്കും മനുഷ്യ. എന്റെ മോളുടെ ജീവിതം, എന്റെ മോളുടെ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശ്രീദേവി എന്ന് കരയുവാണ്. അപ്പോഴേക്കും അകത്ത് ഗോമതി പറഞ്ഞു, കണ്ടില്ലേ, അവര് വന്നിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, അച്ഛനും അമ്മ എല്ലാരും കൂടെ വന്നിട്ടുണ്ട്. എന്തിനുള്ള പുറപ്പാടാന്ന് അറിയത്തില്ല.
വീണ്ടും കിടന്ന് പ്രാകുന്ന കേട്ട് ഇനിയിപ്പോൾ ആനന്ദിന് ഭ്രാന്ത് എടുക്കുന്ന പോലെ തോന്നി. ആനന്ദ് പെട്ടെന്ന് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പോഴേക്കും ആനന്ദിനെ കയറി ആരിനും ആകാശമൊക്കെ പിടിച്ചു. വേണ്ട ആനന്ദിനെ വേണ്ട, ഇവരത് പ്രശ്നം ഉണ്ടാക്കണ്ട. ദേ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് 3 നാളെ കൊടുത്തങ്ങോട്ട് ഇറക്കി വിടാൻ പോവുക. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഇതങ്ങനെ കണ്ടും കേട്ട് നിൽക്കാൻ പറ്റില്ല. എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധിയില്ലേ. അപ്പോഴേക്കും കൃഷ്ണമംഗലത്തിന്റെ മുറ്റത്തേക്ക് എല്ലാവരും വന്നു. ഇവിടുത്തെ ഒച്ചപ്പാടും ബഹളം എല്ലാം കേട്ടു. അച്യുതനൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചയായിരുന്നു. ആ ശ്രീകല വീണ്ടും പറഞ്ഞു, കണ്ടില്ല എന്റെ മോള് വീണ്ടും വന്ന ഇവരുടെ കാല് പിടിച്ച എന്റെ മോളുടെ ജീവിതം തകർന്നു പോയിരിക്കുന്നത്. എന്നിട്ട് വീണ്ടും എന്റെ മോളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിരിക്കും ആ ഗോമതിയും ബാലനും എല്ലാവരും ചേർന്നിട്ട്. എല്ലാവരും പറയും ഗോമതിയും ബാലനും ഒക്കെ മാതൃകാ ദമ്പതികളാണ്, എല്ലാവരോടും പെരുമാറുന്ന കണ്ടാൽ മതിയെന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഇവരൊരിക്കലും ഗുണം പിടിക്കത്തില്ല. എന്റെ മോളെ ഇവിടെ നിന്ന് അടിച്ചിറക്കിയതാ. അപ്പോഴേക്കും അച്യുതൻ വന്നിട്ട് പറഞ്ഞു, ഉദയഭാനു നിങ്ങൾ ഇതങ്ങനെ വെറുതെ വിടല്ല, നിങ്ങൾ കൊണ്ട കേസ് കൊടുക്ക്, നിങ്ങളുടെ മോളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടെന്ന് പറഞ്ഞുകൊണ്ട് കാര്യത്തിൻ്റെ ഒരു തീരുമാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ടതും ശ്രീകല ഉദയഭാനുവിനെ ഒന്ന് നോക്കി. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, അതൊന്നും ശരിയാവും തോന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മോളുടെ ജീവിതം നശിച്ചത് തന്നെയാ. നിങ്ങളുടെ മോൾക്കിന് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങളുടെ മോൾക്ക് ജീവിതം ഉണ്ടാണെങ്കിൽ നിങ്ങൾ കൊണ്ട കേസ് കൊടുക്കുന്നത് നല്ലത്. അങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തോണ്ടിരിക്കുക. ഈ സമയം ശ്രീകല വീണ്ടും അവിടെ കിടന്ന് പ്രാഗുവാണ്. അപ്പോഴേക്കും ഗോമതിക്ക് സഹിച്ചില്ല. ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ടിച്ചു, നാണമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളൊന്ന് ഇറക്കി വിട്ടല്ലേ നിങ്ങളുടെ മോളെയൊക്കെ, എന്നിട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, ഗോമതി എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എൻ്റെ മോളൊരു തെറ്റും ചേർത്തില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ തെറ്റ് ചെയ്തു, ഞങ്ങളെ ശിക്ഷിച്ചോളാനും പറഞ്ഞു. പക്ഷെ അതിൻ്റെ പേരിൽ എൻ്റെ മോളെ ഇറക്കി വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. എടി നീ എന്തിനാടി വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നേ? മനുഷ്യരെ നാണം കെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് ആ കയ്യെ പിടിച്ച് വലിക്കുകയാണ്. അമ്മ വീട്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, നീ കൂടുതൽ ഇവിടെ ഒന്നും പണയാൻ പോണ്ടടി, നീ പണഞ്ഞതൊക്കെ മതി, നീ പറഞ്ഞൊക്കെ ഇവർ കേട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ ചീത്ത അങ്ങോട്ട് പറയണം. നിന്നെ ഇവർക്കാർക്കും വേണ്ടേ? അവനിപ്പം നിന്നെ വേണ്ട, പുതിയ കല്യാണം കഴിക്കാനായിരിക്കും. എൻ്റെ കൊക്കിന് ജീവനുണ്ടാകാൻ സമ്മതിക്കില്ല. എൻ്റെ മോളല്ലാതെ വേറെ ആരും നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നില്ലടാ. അപ്പോഴേക്കും ആനന്ദ് ഭ്രാന്തിളകി വരാൻ മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ബാലൻ തടഞ്ഞു. വേണ്ട ആനന്ദെ, ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു വിളിച്ചു. ആനന്ദ് സ്റ്റക്കായിട്ട് അവിടെ നിന്നു. ബാലൻ വന്നിട്ട് പറഞ്ഞു, അതെ ഇത്ര സമയം മര്യാദയുടെ ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചേ, ഇനി ഇവിടെ നിന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാലന്റെ കൈയുടെ സുഖം നീയൊക്കെ അറിയൂന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഉദയഭാനു ശ്രീകലയോട് പറഞ്ഞു, ശ്രീകല ഒന്ന് വരുന്നുണ്ടോയെന്ന് ചോദിച്ചു. അങ്ങനെ വീണ്ടും ശ്രീദേവി വിളിച്ചുകൊണ്ട് പോവുകയാണ്. ശ്രീദേവി മാക്സിമം അകത്ത് കയറാൻ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്രീദേവിയെ വിശ്വസിക്കാനായിട്ട് അവരൊട്ടും കൂട്ടാക്കിയതുമില്ല. ശ്രീദേവിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും ഗോമതിയൊന്നും തയ്യാറായതുമില്ല. ശ്രീദേവിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. 2ാം തവണയാണ് ഇങ്ങനത്തെ ഒരു അപമാനം ഉണ്ടാകുന്നത്. തന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താന്ന് പോലും കേൾക്കാനുള്ള ഒരു മനസ്ഥിതി പോലും അവർക്കുണ്ടായില്ല. തന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് മരിച്ചു പോകാൻ കാരണം അലോകാണ്. ഒരു പക്ഷെ ഈ വീട്ടൊരു കുടുംബകലം ഉണ്ടാകണ്ട, അല്ലെങ്കിൽ ആനന്ദേണ്ണൻ ജീവിതം വീണ്ടും നശിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അതുപോലെ ശ്രീദേവി മറച്ചു വെച്ചേ. എന്നിട്ടോ ശ്രീദേവിക്ക് പോലും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഗോമതിയോ ആരും ഉണ്ടായിരുന്നില്ല. ഒരു അവസരം വന്ന് കഴിഞ്ഞപ്പോൾ ഗോമതി ശ്രീദേവി എടുത്തിട്ട് അലക്കുവാണ്. അങ്ങനെ ശ്രീദേവി വീണ്ടും പടിയിറങ്ങുവാണ്. പക്ഷെ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ശ്രീദേവിയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തു വന്നാലും ഇനി താന് ആനന്ദയുടെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കത്തുള്ളൂ എന്നൊരു ദൃഢപ്രതിജ്ഞയോട് കൂടിയിട്ടാണ് ശ്രീദേവി അവിടെ ഇറങ്ങുന്നത്. എന്താ ഇനിയിപ്പോൾ ഉദയഭാനു ചെയ്യാൻ പോകുന്നതെന്ന് അറിയത്തില്ല. ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.